ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരു സുപ്രധാനമായ നീക്കമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുന്നത്. മുൻകൂർ ജാമ്യം നേടി നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീനാഥ് ഭാസിയുടെ നീക്കം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസ് തുടക്കം മുതൽ സിനിമാ രംഗത്തെ പ്രമുഖരുടെ അടക്കം സാന്നിധ്യത്തിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അറസ്റ്റ് ഭയക്കുന്നു ശ്രീനാഥ് ഭാസി എന്ന് കരുതണം, അല്ലേ? തീർച്ചയായിട്ടും സജിത, ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയിരുന്നെന്നും ഇവരുമായി ലഹരി ഉപയോഗം എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നെന്നും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ അടങ്ങുന്ന മൊഴിയാണ് ഈ എക്സൈസിന് ഈ കേസിലെ മുഖ്യപ്രതിയായ തസ്ലീമ സുൽത്താന നൽകിയിട്ടുള്ളത്. മാത്രമല്ല, എക്സൈസിന് അത് സംബന്ധിച്ചുള്ള തെളിവുകളും, അതായത് ഈ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാറ്റുകളെ സംബന്ധിച്ചുള്ള തെളിവുകളും എക്സൈസിന് തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നിന്ന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ കേസിനകത്ത് നമുക്കറിയാം, ആലപ്പുഴയിൽ എത്തിയ ലഹരി വസ്തു എന്ന് പറയുന്നത് 2 കോടി രൂപ വിലമതിക്കുന്ന ലാർജ് ക്വാണ്ടിറ്റി ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു. ഇത് വിദേശത്ത് നിന്നടക്കമാണ് ഈ കഞ്ചാവ് ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കുന്നു. അത്തരത്തിൽ വിദേശ ബന്ധങ്ങൾ അടക്കമുള്ള സിനിമയിലെ ഉന്നതന്മാരുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് ഇതിനകത്തുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അത് പിടിക്കപ്പെട്ട പ്രതി തന്നെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, പെൺവാണിഭ റാക്കറ്റുമായി ബന്ധമുള്ള സിനിമയുമായി കണക്ട് ചെയ്യുന്ന ബന്ധങ്ങളും ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ്. ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ ഈ ഹർജിയിലെ വാദം ഇങ്ങനെയാണ്, അതുകൂടി കേൾക്കാം. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമെന്നുമാണ് ശ്രീനാഥ് ഭാസി വാദിക്കുന്നത്. പ്രതി തസ്ലീമയിൽ നിന്നും താൻ കഞ്ചാവ് വാങ്ങിയിട്ടില്ല. അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും. ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ്. മുൻകൂർ ജാമ്യം ദുരുപയോഗം ചെയ്യില്ല. തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല. ഏപ്രിൽ 1-നാണ് തസ്ലീമ സുൽത്താനയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും തനിക്കൊരു ബന്ധവുമില്ലെന്നാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ വാദിക്കുന്നത്. ഉറപ്പായും അറസ്റ്റ് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. ശരണ്യ, എന്തായാലും ഇത്തരം വാദങ്ങളാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിക്ക് മുന്നിൽ ഈ മുൻകൂർ ജാമ്യം തേടി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എക്സൈസിനും പോലീസിനും ശ്രീനാഥ് ഭാസി അടക്കമുള്ള പ്രമുഖർ ഇക്കാര്യത്തിലുള്ള പങ്ക് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ കയ്യിലില്ലേ? ഇതിൽ എക്സൈസ് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശ്രീനാഥ് ഭാസി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ കാര്യം. കാരണം എക്സൈസ് സംഘം ഇതുവരെ ശ്രീനാഥ് ഭാസിക്കോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കോ നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിട്ടില്ല. മാത്രമല്ല, തസ്ലീമ സുൽത്താനയുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രധാനപ്പെട്ട കാര്യങ്ങളും തേടിയതിനു ശേഷം, തെളിവുകളും തേടിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങി അതിനെ ഇവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ സ്ഥിരീകരിക്കാമെന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രാഥമികമായി ഇതിനുള്ള തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെ, അതായത് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഇപ്പോൾ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള മൊഴിയുണ്ട് എന്നുള്ള വിവരം പുറത്തുവിട്ടുള്ള ഔദ്യോഗികമായ എക്സൈസ് ഇവരെ സമീപിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ പോലും കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനകത്തൊരു ഭയം നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയല്ല, എക്സൈസിന് തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത്തരം ഒരു കിട്ടിയ ഒരു എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് തീർച്ചയായും ഇവരെ എക്സൈസ് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എക്സൈസ് സംഘം ഇപ്പോഴും ആവർത്തിക്കുന്നത്. മാത്രമല്ല, നോട്ടീസ് നൽകി ആലപ്പുഴയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. അത് ഈ കേസിൽ അങ്ങനെ പ്രാഥമികമായി ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള എവിഡൻസ് അവർക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പിന്മേലായിരിക്കും ഒരുപക്ഷെ കോടതിയിലേക്ക് ഇപ്പോൾ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയിട്ടുള്ളത്. ശരണ്യ, ശ്രീനാഥ് ഭാസി മാത്രമല്ലോ, മറ്റു ചില പ്രധാനപ്പെട്ട പേരുകളും സിനിമാ മേഖലയിൽ നിന്നടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നല്ലോ. ഒരുപക്ഷെ അവരും ഇത്തരം സമാന നീക്കങ്ങൾക്ക് തയ്യാറായേക്കാം. അവർക്കെതിരെയും അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടോ? ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോയും അടക്കമുള്ള ആളുകൾ, പിന്നെ ചില നടന്മാരുമായി ബന്ധപ്പെട്ട യുവ നടന്മാരുമായി ബന്ധപ്പെട്ട സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഉള്ള പെൺവാണിഭ ഇടപാടുകളും ഈ തസ്ലീമ സുൽത്താന നടത്തിയിരുന്നു എന്നുള്ളത് എക്സൈസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആ വാർത്തയിലെ വിശദാംശങ്ങൾ അതായിരുന്നു. അതായത് 25,000 രൂപ നൽകി ഒരു മോഡലിനെ, ഒരു യുവ നടന്, കൊച്ചിയിലെ യുവ നടന്
എത്തിച്ചു നൽകുകയും അതിന് തനിക്ക് കിട്ടിയ ലാഭം ഉൾപ്പെടെ അവർ എക്സൈസിനോട് വിശദീകരിക്കുകയും ചെയ്തു. ആ ചാറ്റ്, അതായത് പ്രമുഖ യുവ നടന് ആ യുവതിയുടെ ചിത്രം അയച്ചു നൽകി അത് പെൺവാണിപ്പത്തെ സംബന്ധിച്ച് നടത്തുന്ന ചാറ്റുകളും വിലപേശലും അടക്കമുള്ള കാര്യങ്ങളുടെ എവിഡൻസും എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കഞ്ചാവ് കേസ് മാത്രമല്ല, മറിച്ച് അപ്പുറത്തേക്ക് പെൺവാണിപ്പ സെക്സ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്ന കേസാണ്. അത്ര ഗൗരവമുള്ള ഒരു സിനിമയിലെ വൻ കണ്ണികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസ് തന്നെയാണ്. അതായത് യുവതലമുറയിലെ പ്രമുഖരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ എക്സൈസ് നോക്കിക്കാണുന്നതാണ്. പ്രത്യേകിച്ച് സർക്കാർ ഇങ്ങനെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റവും അധികം നടക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ആവർത്തിക്കപ്പെട്ട, നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങൾ ആരോപണ വിധേയരായ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രധാന ഡ്രഗ് ഡീലറായ ക്രിസ്റ്റീന എന്ന സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന തസ്ലിമ സുൽത്താന ഇവരോട് എക്സൈസിനോട് സമ്മതിച്ചിട്ടുള്ളത്. അതിന് പറ്റിയ തെളിവുകൾ എക്സൈസിന് അവരുടെ ഫോണിൽ നിന്ന് പ്രാഥമിക പരിശോധന, വിദഗ്ധ ശാസ്ത്രീയ പരിശോധനയിലേക്ക് അവർ കടന്നിട്ടില്ല. അങ്ങനെ അത് അയച്ചിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് കൂടെ കിട്ടിയാൽ ഒരുപക്ഷെ ഇതിന്റെ ആഴവും വ്യാപ്തിയും കൂടുതലായിരിക്കും. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ഇവരെ ചോദ്യം ചെയ്യാനുള്ള എവിഡൻസ് എക്സൈസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പങ്കുവെക്കുന്ന വിവരം. മാത്രമല്ല, ഇത് ലഹരി മാത്രമല്ല, സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു റാക്കറ്റാണ് ഇത്. എന്തായാലും ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ എത്തുന്നു. മുൻകൂർ ജാമ്യം തേടിയാണ്, അറസ്റ്റ് ഭയപ്പെടുന്നു എന്നതാണ് സാഹചര്യം. ഇതുവരെയും ഒരു അന്വേഷണ ഏജൻസിയും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട്, ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് പോലും അയച്ചിട്ടില്ല. പക്ഷേ അത് ഭയപ്പെട്ട് ശ്രീനാഥ് ഭാസി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ ബന്ധവുമില്ല, ഷൂട്ടിംഗ് മുടങ്ങും, അതുകൊണ്ട് അറസ്റ്റ് തടയണമെന്നതാണ് ശ്രീനാഥ് ഭാസിയുടെ ആവശ്യം. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, എന്താണ് ശ്രീനാഥ് ഭാസി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്ന കാര്യങ്ങൾ? സജിത്ത്, തസ്ലീമയിൽ നിന്നും താൻ കഞ്ചാവ് വാങ്ങിയിട്ടില്ല. അറസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ ഒരു ഷൂട്ടിന്റെ തിരക്കിലാണ്, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അറസ്റ്റ് ചെയ്താൽ അതിന്റെ ഷൂട്ട് മുടങ്ങും. അതുകൊണ്ട് ആണ് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ്. മുൻകൂർ ജാമ്യം ദുരുപയോഗം ചെയ്യില്ല. തനിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നും ശ്രീനാഥ് ഭാസി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഈ തസ്ലീമയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നിരവധി താരങ്ങളുടെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും, വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്കാർക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചതായോ അല്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തതായോ സൂചനകളില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ഏപ്രിൽ 1-നാണ് തസ്ലീമ സുൽത്താനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസും ലഹരി വിരുദ്ധ പ്രത്യേക സ്ക്വാഡും ചേർന്നിട്ട് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ശ്രീനാഥ് ഭാസിയുടെ പേര് പറഞ്ഞു, അതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ പേര് പറഞ്ഞു. മിക്ക സിനിമാ താരങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവരെന്നാണ് ഇവർ ആ സമയത്ത് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീനാഥ് ഭാസി തസ്ലീമ ശ്രീനാഥ് ഭാസിയുടെ പേര് പറഞ്ഞ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ ഇന്ന് തന്നെ ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കുമെന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഹർജിയിൽ മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്ത, താനും കൂടി ഇതിൽ കക്ഷിയാണ് എന്ന രീതിയിൽ മാധ്യമങ്ങളോട് എക്സൈസ് നൽകിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തനിക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ലെന്നാണ് ശ്രീനാഥ് ഭാസി വാദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തൻ്റെ നിരപരാധിത്വം അത് വ്യക്തമാക്കാനാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ഹർജിയിൽ ഇന്ന് തന്നെ പരിഗണിക്കും. അറസ്റ്റ് തടയണം, ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാം, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ ശ്രീനാഥ് ഭാസി മുമ്പും സമാനമായ ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് എന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഈ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നീക്കമുണ്ടാകുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായിട്ടാണ് തസ്ലീമ സുൽത്താന പിടിയിലാവുന്നത്. എക്സൈസും ലഹരി വിരുദ്ധ സ്പെഷ്യൽ സ്ക്വാഡുമാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇവരാണ് എക്സൈസിന് നൽകിയ മൊഴിയിൽ ശ്രീനാഥ് ഭാസിയുടെയും
ഷൈൻ ടോം ചാക്കോയുടെയും അടക്കമുള്ളവരുടെ പേര് പറഞ്ഞത്. എന്തായാലും ഇത്തരം നീക്കം ശ്രീനാഥ് ഭാസിക്ക് ഇതുവരെ നോട്ടീസൊന്നും ലഭ്യമായിട്ടില്ലെങ്കിൽ കൂടിയും അറസ്റ്റ് ഭയപ്പെടുന്നു, അത്തരം നീക്കം ഭയപ്പെടുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം തേടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജിയിൽ ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നീക്കങ്ങൾ നമുക്ക് അല്പസമയത്തുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഈ ഹർജിയിൽ ശ്രീനാഥ് ഭാസിയുടെ ഹർജിയിൽ എന്ത് തീരുമാനം ഹൈക്കോടതി എടുക്കുമെന്ന കാര്യം കൂടി അറിയാം. എന്തായാലും അറസ്റ്റ് ഭയപ്പെടുന്നു ശ്രീനാഥ് ഭാസി. ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവരുടെ പങ്ക് സംബന്ധിച്ച വെളിപ്പെടുത്തലുമുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയാൽ ഇനി അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കം എന്താകും എന്നതാണ്. മുൻകൂർ ജാമ്യം തേടി ഈ പ്രതികൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായ വ്യക്തികൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്വേഷണ ഏജൻസിയും വേഗത്തിലുള്ള തിരക്കിട്ട നീക്കങ്ങളുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്.